ഹായ് ഗായ്സ്, നമ്മളുടെ നാട്ടിൽ പൊതുവെ സമോസ ഉണ്ടാക്കുന്നത് സമോസ ഷീറ്റ് ഉപയോഗിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളി സമോസയാണ് ഇങ്ങനെ സമോസ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാറ്. ഉരുളക്കിഴങ്ങ് സമോസ മാവ് കുഴച്ചാണ് ഉണ്ടാക്കാറ്. എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് സമോസ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ? അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 കപ്പ് മൈദ എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ അയമോദകം ഉള്ളംകൈയിലിട്ട് ഞെരടി ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ തിളച്ച എണ്ണ ഒഴിച്ച് മിക്സ് 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 ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് പോലെ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി അതിലേക്ക് ഇടേണ്ട മസാലയൊന്ന് തയ്യാറാക്കിയാലോ? അതിനായി ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3/4 ടേബിൾ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ചതച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം 2 വലിയ സവാള കുരുകുരേ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് വഴട്ടിയെടുക്കാം. സവാള നല്ലപോലെ വഴണ്ട ശേഷം അതിലേക്ക് 3 ചെറിയ പച്ചമുളക് കുരുകുരേ അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് വഴട്ടി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചപ്പട്ടാണി കൂടിയിട്ട് വഴട്ടാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് വഴട്ടാം. മസാലകളുടെ പച്ചമണം മാറിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മാങ്ങാപ്പൊടി കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ആയ ശേഷം അതിലേക്ക് 1/4 കപ്പ് മല്ലിയില കൂടി ഇട്ട് ഇളക്കി വാങ്ങി വെക്കാം. ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന മാവെടുത്ത് നീളത്തിൽ ഭട്ടൂരയ്ക്ക് പരത്തുന്നത് പോലെ പരത്തി നടുവേ ഒന്ന് മുറിച്ച വശങ്ങൾ ചേർത്ത് കോൺ പോലെ ഇതുപോലെയാക്കി ഉള്ളം കൈയിൽ വെച്ച് മസാല സ്റ്റഫ് ചെയ്ത ശേഷം നടുവേ ഇതുപോലെ ടക്കിടുന്നത് പോലെ ഇട്ട് മുന്നോട്ട് വലിച്ച് വശങ്ങളെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായി വേണമെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് വറുത്തെടുക്കാം. വറുക്കാൻ ആവശ്യമുള്ള എണ്ണ എടുത്ത് ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാം. സമോസകൾ മൂത്ത ശേഷം കോരിയെടുത്ത് സെർവ് ചെയ്യാം. നല്ല ചൂട് സമോസ കെച്ചപ്പിനോടൊപ്പം കഴിക്കാൻ എന്ത് സ്വാദാണെന്നോ. ഉണ്ടാക്കി നോക്കില്ലേ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.